അതുപോലെ നിങ്ങൾക്ക് ക്ലാസുകൾ നൽകാനായി പരിപാടിയെ പറ്റി സംസാരിക്കുന്നതിനായി കിലയുടെ സീനിയർ ഫാക്കൽറ്റി പാമ്പാടി കിലയുടെ കോർഡിനേറ്ററുമായ കുര്യൻ സാറിനെ സ്വാഗതം ചെയ്യും. Good morning. നിങ്ങളുടെ കണ്ണുകളിൽ തുടിക്കുന്ന ആത്മവിശ്വാസം ഞങ്ങളെയും ഏറെ ആവേശഭരിതരാക്കുന്നു. വരുന്ന 5 വർഷക്കാലം പഞ്ചായത്തിൽ നിന്ന് പ്രവർത്തിക്കുവാനും തങ്ങളുടെ ചുറ്റുവട്ടമുള്ള സഹജീവികൾക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രതിനിധികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരൊന്നും പറയാമോ? ഓ ഗുഡ്. അപ്പൊ നിങ്ങളിൽ മോർ ദാൻ 60-70% ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അശോക് ദത്ത കമ്മിറ്റി എന്ന് പറയുന്നത് 1977 ദ്വിതല 2 തരത്തിലുള്ള സംവിധാനത്തിനെ കുറിച്ചാണ് അവരുടെ റിപ്പോർട്ടുകൾ ഉണ്ടായത്. അതിനുശേഷം ധാരാളം കമ്മിറ്റികൾ വന്നു. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആസൂത്രണത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ബ്ലോക്കുകളാണ്. ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ചാണ് ആസൂത്രണം നടത്തേണ്ടതെന്നാണ് ബന്ധുവാല കമ്മിറ്റി പറഞ്ഞത് 1977. അതിനുശേഷമാണ് 84 CH ഹനുമന്ത് റാവു കമ്മിറ്റി നിലവിൽ വന്നു. കമ്മിറ്റി പറയുന്നത് ജില്ലയാണ് ആസൂത്രണത്തിന്റെ മുഖ്യ ഘടകം എന്നാണ് CH ഹനുമന്ത് റാവു കമ്മിറ്റി പറഞ്ഞത്. അതിനുശേഷം 85 GVK റാവു കമ്മിറ്റി, അതായത് പഞ്ചായത്തിലേക്ക് ഇങ്ങനെ അധികാരങ്ങൾ കൊടുത്താൽ മാത്രം പോരാ, എന്ത് വേണം? ഫണ്ട് വേണം. അബ്ദുൾ റഹീം സാറ്, കുര്യൻ പാക്കറ്റുകൾ, മറ്റ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ മെമ്പർമാർ, വൈകുന്നേരം അല്ലെങ്കിൽ 9:30 തുടങ്ങുമെന്ന് പറഞ്ഞു. 10:30 തന്നെ ക്ലാസ് ആരംഭിച്ചു. 9:30 വന്നവരുണ്ട്, 10:30 വന്നവരുണ്ട്, 11 മണിക്ക് വന്നവരുമുണ്ട്. എങ്കിലും 3:30 വരെ ഇവിടെ ക്ലാസ്സുകൾ എടുക്കുകയും നമ്മൾ ഇത്രയും നാളായിട്ട് കേൾക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടായത്. നല്ല രീതിയിലുള്ള ക്ലാസ്സാണ് നമുക്ക് ഇന്നലെ നമ്മുടെ അല്ലെങ്കിൽ ഭരണഘടനയെക്കുറിച്ചും പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നയിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ്, അല്ലെങ്കിൽ ഒരു മെമ്പർമാരുടെ കടമ. ഇന്നലെ നമ്മുടെ കുര്യൻ സാറ് പറഞ്ഞു, അയർക്കുന്നം പഞ്ചായത്തിലെ ഒരു മെമ്പർ വീട് കയറിയപ്പോൾ അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞ് എത്ര പേര് വീട് കയറിയെന്ന് ചോദിച്ചു. ഞങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും വീടുകൾ കയറി എന്ന് വിചാരിക്കുന്നു. നന്ദി പറയാൻ വോട്ട് മേടിച്ചിട്ട് നമ്മൾ മെമ്പർമാരായി കഴിഞ്ഞാലും അവർക്ക് ഒരു തീർച്ചയായിട്ടും നമുക്ക് ഇനി പുതിയ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഈ അടുത്ത വർഷങ്ങളിലെല്ലാം നമുക്കിത് ചെയ്യുവാനായിട്ട് സാധിക്കും. അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ മുഴുവൻ കൊടുക്കാം എന്നൊന്നും വാഗ്ദാനം ചെയ്തുകൊണ്ടല്ല നമ്മൾ കയറിയിരിക്കുന്നത്. കിട്ടുന്ന ഫണ്ട് കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യും എന്ന് പൂർണ്ണമായിട്ടും അവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് നമ്മൾ അവരോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. പിന്നെ ഇന്നലെ എടുത്ത ക്ലാസ്സുകൾ നമുക്ക് 4 സെക്ഷനായിട്ട് നമുക്ക് ക്ലാസ്സുകൾ നയിക്കുകയുണ്ടായി. എടുത്ത എല്ലാ ക്ലാസ്സും വളരെയധികം പ്രയോജനകരമായിരുന്നു എന്ന് പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു ജയിച്ചു വന്ന എല്ലാ മെമ്പർമാരും കൂടി ഒരു ഒത്തുചേരലാണ് ഇവിടെ നടക്കുന്നത്. അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും നമുക്ക് നല്ല ക്ലാസ്സുകൾ, ഇവർ നല്ല ക്ലാസ്സുകൾ നമുക്ക് പ്രചോദനമായിട്ട് തരാൻ, നമുക്ക് അറിവില്ലാത്ത പല കാര്യങ്ങളും ഇവർ നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ നല്ല മാർഗത്തിൽ നയിക്കാൻ വേണ്ടിയാണ്. നമുക്ക് പഞ്ചായത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇതെങ്ങനെയാണ്, എവിടെ നിന്ന് തുടങ്ങണം, നമുക്ക് ഞാൻ ഇത്രയും കാലമായിരുന്നു ഞാൻ ആദ്യമാണ് ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ ഇലക്ഷന് നിന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്ന് ഈ ക്ലാസ് വിടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്നെനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 2ാമത്തെ ദിവസമായി ഇന്നും എന്നെക്കാട്ടും നല്ലൊരു പ്രാസംഗികൻ വന്നായിരുന്നു. എന്നെ പറയാൻ കുറി എനിക്കാവില്ല. ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു എവി സാർ, താങ്കളുടെ പോസിറ്റീവായ പ്രതികരണത്തിന്. ഇനി ആരെങ്കിലും ഒരാളോട് പറയുന്ന? ഇല്ല. നമ്മുടെ പ്രിയങ്കരായ അധ്യാപകർ, എല്ലാവർക്കും നമസ്കാരം.
ഞാൻ തെടനാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള മെമ്പറാണ്. എൻ്റെ പേര് സീന. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് വന്നവർക്ക് വളരെയേറെ പ്രയോജനം ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നല്ല പ്രയോജനം തോന്നുന്നുണ്ട്. കാരണം യാതൊരു ധാരണകളും ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇതൊക്കെ ആയിരുന്നോ എന്ന് തോന്നുന്ന രീതിയിലാണ് ഞാനെല്ലാം കേട്ടത്. അപ്പോൾ ഇത് ഒത്തിരിയേറെ പ്രയോജനം ചെയ്തു പുതിയ ആൾക്കാർക്ക്. പഴയ ആളുകളെ സംബന്ധിച്ച് അവർക്കിത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അവർക്കിത് എന്താ പറയുക, ഒന്ന് ഓർമ്മ പുതുക്കാനും അവരുടെ പ്രവർത്തനങ്ങളൊന്ന് ഒന്നുകൂടി ഒന്ന് നല്ലതാക്കാനും ഒക്കെ പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞത് പ്രാതിയാണ്. അത് ഓരോ വർഷമൊക്കെ പറഞ്ഞാണ് പറഞ്ഞത്. ഈ 1907 ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടെന്നുള്ളത് ഇത്രയും വർഷത്തെ പഠിപ്പീരിലും പഠനത്തിലും ഞാൻ കേട്ടിട്ട് പോലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തി. അത് കൃത്യമായിട്ട് വർഷം, കാര്യങ്ങൾ, അതിൻ്റെ കുറച്ചൊരു ഉദാഹരണങ്ങൾ, സംഭവങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനാ ഭേദഗതിക്കുള്ള പ്രാധാന്യങ്ങൾ നമ്മൾ ടി വിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഭരണഘടനാ ഭേദഗതി വേണമെന്ന് പറഞ്ഞ് ചില സമരം ചെയ്യുന്നതും ചിലതിനെക്കുറിച്ച് പറയുന്നതും ഒക്കെ കേൾക്കുമ്പോഴൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായിട്ടായിരുന്നു. 1% എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തന്നെ മൊത്തത്തിലൊരു അഭിമാനം തോന്നി. ഇത്രയേറെ ആളുകൾക്ക് പ്രാതിനിധ്യം കിട്ടുന്നുണ്ടല്ലോ എന്നോർത്ത്. പിന്നീട് അത് കഴിഞ്ഞ് നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ വിശദീകരണങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ വിവരിച്ചു. പിന്നെ അതിന് ശേഷം നമുക്ക് വന്നത് ജനകീയാസൂത്രണത്തെക്കുറിച്ച് പറഞ്ഞു. ജനകീയാസൂത്രണത്തെക്കുറിച്ച് നമ്മൾ അവിടെ ഇവിടെയൊക്കെ വായിച്ചുള്ള കുറച്ച് കാര്യങ്ങളെ അറിയത്തുള്ളായിരുന്നു. അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇത് വിപുല ബഡ്ജറ്റിൽ എമൗണ്ട് കൂടേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ പെട്ടെന്ന് എല്ലാവരുടെയും മുഖത്തൊക്കെ തെളിയുന്ന കണ്ടു. അപ്പോൾ ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളായിരുന്നു. പിന്നീട് ഭരണ നിർവഹണ രംഗത്തെ കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് വിവരിച്ചു തന്നു. വരുമാനം, ഗ്രാൻഡ്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഓരോ തവണയും ഇത് വർദ്ധിച്ച് വരുന്നതിൻ്റെ ആ കോടിക്കണക്കുകളൊക്കെ നമ്മളോട് നന്നായിട്ട് വിവരിച്ചായിരുന്നു. പിന്നീട് നമുക്ക് വന്ന ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ചുമതലകളെക്കുറിച്ച് ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ വിവരിച്ചു. പ്രസിഡന്റ് ഇത്രയും വലിയൊരു അധികാരിയാണ് എന്നുള്ളത് നമ്മളെ നന്നായിട്ട് ബോധ്യപ്പെടുത്തി. നമ്മൾ ഇവിടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നവരും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ ഈ മെമ്പർമാരായിരിക്കുന്നവർക്ക് പ്രസിഡന്റിനോട് എന്ത് കാര്യത്തിലും ഇത്രയേറെ കൂടുതൽ ഇടപെടാം എന്നുള്ള ആ കാര്യം നമ്മളെ ഇവിടെ നന്നായിട്ട് അവർ ഓർമ്മപ്പെടുത്തി. അത് വളരെ നന്നായി. പിന്നെ അനിവാര്യ പഞ്ചായത്തിൽ ഇപ്പോൾ ഉള്ള ആ ജീവനക്കാരെ സംബന്ധിക്കുന്ന വിവരണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. ജനകീയ കമ്മിറ്റികൾ എങ്ങനെ നമുക്ക് രൂപീകരിക്കാം, ആ ജനകീയ കമ്മിറ്റികൾ ഏതൊക്കെയാണ്, അത് കുറച്ചുകൂടി നന്നായിട്ട് വിവരിക്കുമായിരുന്നു. കുറച്ചുകൂടി പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു. കാരണം കമ്മിറ്റികൾ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന വ്യക്തികൾ ഏത് രൂപത്തിലുള്ളതായിരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാൻ അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി തരുന്നത് ഉപകാരപ്രദമാണ്. പിന്നെ മാതൃകയായിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ വീഡിയോസ് ആയിട്ട് കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അതൊന്നും തന്നെ ഇന്നലെ ഉണ്ടായില്ല, ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്നത്തെ ക്ലാസ്സുകൾ മൊത്തത്തിൽ നല്ലതായിരുന്നു. തമാശ രൂപേണ അബ്ദുൽ കരീം സാറ് ഒത്തിരി സത്യങ്ങൾ നമ്മളോട് പറഞ്ഞു. അത് അദ്ദേഹം തമാശയാക്കാൻ വേണ്ടി നമ്മളെ എന്താ പറയുക, ഒന്ന് രസിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും വളരെ വലിയ സത്യങ്ങളായിരുന്നു അദ്ദേഹം അതിൻ്റെ കൂടെ പറഞ്ഞത്. അത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ലഹരിയെക്കുറിച്ചും മാലിന്യത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിൽ ശരിക്കും കൊണ്ടിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ ഇത്തരം ക്ലാസ്സുകൾ വളരെ പ്രയോജനങ്ങളാണ്. ഇനിയും ഇത്തരം ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ചുകൂടി അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി കൃത്യമായ നോട്ടുകൾ തയ്യാറാക്കി കൃത്യമായ ഒരു റിവ്യൂ രേഖപ്പെടുത്തി പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. ഇന്ന് നമുക്ക് കൂടുതൽ നമുക്ക് ഒരു സിസ്റ്റത്തിൽ തന്നിരിക്കുന്ന ഹെൽത്ത് വർക്കേഴ്സിനെ നോക്കാം, നേഴ്സസിനെ നോക്കാം. അത്തരത്തിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരും പൊതുപ്രവർത്തകരടങ്ങിയ കമ്മിറ്റികൾ, കൃഷിയുടെ ഇപ്പൊ നെൽകൃഷിയുടെ പാടശേഖര സമിതി രൂപീകരിക്കണം, മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം. അപ്പോൾ അതിനകത്ത് കൃത്യമായി കൃഷിയെ പറ്റി അറിയാവുന്നവർ തന്നെ വേണം. നമുക്ക് പരിചയമുള്ളവർ അത്തരത്തിലല്ല, അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഓരോ കാര്യങ്ങളും അതുമായി കൃത്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം കമ്മിറ്റികൾ രൂപീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം പോസിറ്റീവായ അഭിപ്രായം. ഒരു കൃഷിക്ക് അപാകത വരുന്നുണ്ടെങ്കിൽ, കാർഷിക നഷ്ടമുണ്ടാകുമെങ്കിൽ അതിന് കൃത്യമായി വേദന അറിഞ്ഞവന് മാത്രമേ അതിനെപ്പറ്റി കൃത്യമായി അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അതിന് പരിഹാരവും പറയാൻ അദ്ദേഹത്തിന് പറ്റുള്ളൂ. അതുകൊണ്ട് ഏത് മേഖലകളിലെ മാഡം പറഞ്ഞ പോലെ കമ്മിറ്റികൾ രൂപീകരിക്കുമ്പോഴും അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഈ മെമ്പറുടെ ചുമതലയിൽ കൊണ്ടുവരുവാനും അവരെ നിരന്തരമായി
പ്രവർത്തിച്ച് നാടിന് വേണ്ടി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള ഇതുണ്ടാകണമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ക്ലാസ്സിൽ ജോയിന്റ് ഡയറക്ടർ ബിനു സാർ ഇന്നത്തെ അദ്ദേഹം ഇവിടെ എത്തേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് ഒരു അസൗകര്യം ഉണ്ടായതുകൊണ്ട് എന്നോട് ഇവിടെ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ലാസ്സൊന്നും എടുക്കുന്നില്ല, വെറുതെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇതിൽ മുൻപ് അംഗങ്ങളായിരുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? എല്ലാവരും തന്നെ കൂടുതലും പുതിയ ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഈ പരിശീലനം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഇന്നലെ ആരംഭിച്ചതാണ്. അപ്പോൾ പഞ്ചായത്ത് രാജ് നിയമത്തെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ വരുന്ന നമ്മുടെ ഭരണ കാലയളവിൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. നല്ല ഒരു ട്രെയിനിങ് എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല ഒരു 5 വർഷത്തെ ഭരണകാലം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു പഴയ അതിൽ നിന്ന് ഒത്തിരി മാറ്റം വന്നു. ആ ഭ്രാന്താലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്കൊരു പരിവർത്തനം ഉണ്ടായി. നവോത്ഥാന നായകന്മാരെല്ലാം അതൊക്കെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അതൊക്കെ വിടുക. നവോത്ഥാന നായകന്മാരുടെ ഒക്കെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കേരളത്തിലെ ജാതി വ്യവസ്ഥയും ഒക്കെ മാറി എല്ലാവരും മനുഷ്യരാണെന്നും ഉള്ള ചിന്തയോടുകൂടി എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്ന, ആരോഗ്യരംഗത്തൊക്കെ മെച്ചപ്പെട്ട നിലവാരമുള്ള, ഇന്ന് നമ്മുടെ പൊതു റോഡുകളൊക്കെ വളരെ മെച്ചപ്പെട്ട ഒരു നവകേരളത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. വികസിക്കും തോറും പണം കുറച്ച് മതിയോ കൂടുതലാണ് ആവശ്യമുണ്ട് അല്ലേ? നമുക്ക് വികസനം വരും തോറും അതിൻ്റെ സംരക്ഷണത്തിനായിട്ട് തന്നെ ധാരാളം ചെലവുകൾ വരികയായിരിക്കും. അപ്പോൾ ഏതൊരു കാര്യത്തിലും നമ്മൾ മെച്ചപ്പെടും തോറും നമ്മുടെ ചെലവുകളും അധികരിക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ കാശ് നമുക്ക് കിട്ടുക വേണ്ടത്. ഞാനിവിടെ നിൽക്കുന്ന എൻ്റെ ഒരു നോട്ടുണ്ട്, അതിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് നിൽക്കുന്ന ഒരു മടി ആയതുകൊണ്ടും ഇദ്ദേഹത്തെ സ്റ്റാൻഡൊക്കെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നവകേരളം എന്ന് പറയുന്നത് എന്താണ്? നവകേരളം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഡെഫിനിഷൻ എന്താണ്? ഒരു പ്രത്യേക നിർവചനം വന്നിട്ടുണ്ട്. ഇടക്കാലത്ത് നമ്മൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറയാറുണ്ട്, വരുന്നുണ്ട്, അങ്ങോട്ട് കടക്കുന്നുണ്ട്. അതുപോലെ എന്ത് നവകേരളം എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇപ്പൊ നമ്മളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, അമേരിക്കയെ നാക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് നാക്ക്. നമ്മുടെ കുട്ടികളൊക്കെ പോയാൽ തിരിച്ചും വരുന്നില്ലല്ലേ? അവിടെ സുഖ സൗകര്യങ്ങളൊക്കെ നോക്കി തിരിച്ചും വരുന്നില്ല. പക്ഷെ അവരൊക്കെ പറയുന്നുണ്ട് കേരളം നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ജോലിയുടെ സൗകര്യങ്ങൾ കൊണ്ടോ ജീവിത സൗകര്യങ്ങളുടെ മറ്റുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്നാൽ നവകേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നവകേരളം എന്ന സങ്കല്പം കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമാണ്, ഇതേപോലെ വികസിത രാജ്യങ്ങളിലെ, നമ്മൾ വികസിത രാജ്യങ്ങൾ രാജ്യങ്ങളെ മൂന്നായിട്ട് തിരിക്കാം അല്ലെ? ചട്ടങ്ങളും അല്ലെ, ചട്ടങ്ങളും നിയമങ്ങളും അനുശാസിക്കുന്ന വിധത്തിലാണ് ഇതൊരു 2000. ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. തിടനാട് ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി ആയിരുന്ന സാജൻ സാറാണ് ഇപ്പോ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ PDO. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അപ്പോ പഞ്ചായത്ത് പണ്ട് ബ്ലോക്കിലിരിക്കുന്ന ആൾ പഞ്ചായത്തിലോട്ട് പോകത്തില്ലായിരുന്നു, പഞ്ചായത്തിലിരിക്കുന്ന ആൾ മുനിസിപ്പാലിറ്റിയോട് പോകത്തില്ലായിരുന്നു, മുനിസിപ്പാലിറ്റിയിലുള്ള ആൾ പഞ്ചായത്തിലോട്ട് പോകും. അതെല്ലാം സെപ്പറേറ്റ് സർവീസ് ആയിരുന്നു. 5 സാധനങ്ങൾ കൂടെ ഒന്നിച്ച് ചേർത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിനകത്ത്? ലൈസൻസ്, ലോക ലൈസൻസ്, പിങ്ക് ലൈസൻസ് അതിനൊക്കെ കൊടുക്കാനാണെങ്കിൽ അപേക്ഷയുള്ള ഓപ്ഷനകത്തുനിന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതുപോലെ BPL സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷകൾ കൊടുക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അടുത്ത് നോക്കുമ്പോൾ നമുക്ക് അത്രയും വിശദീകരിക്കാനുള്ള സമയം ഞാൻ പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ് പറയുന്നത്.
ഇത് മാനേജ്മെന്റ് അല്ലേ പറയുന്നത്?